ഏറെ ആവേശകരമായ പ്രൈം വോളി ലീഗിനെ അടുത്ത സീസണിൽ തുടക്കമാവുകയാണ്. ഓപ്ഷൻ നടന്നു, കളിക്കാരെല്ലാം ലേലത്തിന് വിളിച്ചിട്ടുണ്ട്. എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ഹീറോസിൻ്റെ ഉടമ സഫീറാണ്. ആരൊക്കെ നമുക്ക് കിട്ടി, ആരൊക്കെ നമുക്ക് നഷ്ടമായി? കാരണം കഴിഞ്ഞ നമ്മുടെ ക്യാപ്റ്റനായിരുന്ന ജെറോം വിനീത് ഇത്തവണ നമ്മുടെ കൂടെ ഇല്ലാതാണ് കരുതുന്നത്. താരങ്ങൾ ഫാൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ്. ജെറോം നഷ്ടപ്പെട്ടു, ചിരാഗ് നഷ്ടപ്പെട്ടു, പക്ഷേ ഉക്രപാണ്ഡ്യൻ തിരിച്ചു വന്നു. അറിയാം, മാസ്റ്റർ ബ്രെയിൻ എന്തായാലും പാണ്ഡ്യനൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ഷമീം ഇത്തവണ ജോയിൻ ചെയ്യുന്നു. ഇന്ത്യയുടെ ഏറ്റവും മികച്ചൊരു ബ്ലോക്കർ ടീമിൽ വരുന്നു എന്നുള്ളത് ഒരു സൈഡിൽ പലരും ടീമിൽ നിന്ന് പോകുമ്പോൾ പുതിയ താരങ്ങൾ ജോയിൻ ചെയ്യുന്നുമുണ്ട്. പിന്നെ അശോക് ബിഷ്ണോയ് നമുക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന താരമാണ്. അതുപോലെ 3-4 മലയാളി താരങ്ങളുണ്ട്. പിന്നെ വികാസ് എന്ന് പറഞ്ഞൊരു ബ്ലോക്കർ നമ്മൾ നേരത്തെ റിറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിൻ്റെ വരവ് കൂടി അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രാദേശിക രീതിയിൽ നിന്ന് കഴിവ് തെളിയിച്ച് വന്ന് ഇതുവരെ പ്രൈമിൽ അവസരം കിട്ടാത്ത ഹാരിസ് പോലെയുള്ള താരങ്ങൾ അവർ വലിയ മാറ്റം കൊണ്ടുവരുമെന്നും വിശ്വസിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ തവണത്തെ ഒരു കിരീടം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആ കിരീടം നിലനിർത്തുക എന്നുള്ളത് തന്നെയല്ലേ കാലിക്കറ്റ് ഹീറോസ് ലക്ഷ്യം വെക്കുന്നത്? അതിനായിട്ടുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചോ? അതെ, കിരീടത്തിലപ്പുറം കഴിഞ്ഞ തവണ കിരീടം സ്വന്തമാക്കിയത് കൊണ്ടാണ് നമുക്ക് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് കാവ ചാമ്പ്യൻഷിപ്പ് കളിക്കാനും ആദ്യമായി ഇന്ത്യയിലേക്കൊരു സ്വർണ്ണ മെഡൽ കൊണ്ടുവരാനും കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാ ടീമിൻ്റെയും പ്രതീക്ഷകൾ വളരെ വലുതാണ്. അത് നമ്മളിൽ ഏൽപ്പിക്കുന്നൊരു സമ്മർദ്ദമുണ്ട്. പക്ഷേ നമ്മളതിനെ അതിജീവിക്കും. നല്ല കോൺഫിഡൻസിലാണ്, നല്ല ടീമാണ് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത്തവണത്തെ താരലേലത്തിൽ ആരൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് എടുത്തത്? ഏത് ടീമാണ്? ആരാണ് ഏറ്റവും കൂടുതൽ ലേലത്തുക കിട്ടിയ ആൾ? ലേലത്തുകളിൽ എപ്പോഴും കാലിക്കറ്റ് ഹീറോസിൻ്റെ സാന്നിധ്യമുണ്ട്. ആദ്യമായി 22.5 ലക്ഷത്തിന് ചിരാഗ് യാദവിനെ കാലിക്കറ്റ് ഹീറോസിൽ നിന്നാണ് ഗോവ സ്വന്തമാക്കിയത്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട താരം ജെറോം വിനീത് 22.5 ലക്ഷത്തിന് ഇപ്പോൾ ചെന്നൈയിലേക്ക് പോയി. വിനീത് കുമാർ 22.5 ലക്ഷത്തിന് തന്നെ. അതുപോലെ നമ്മൾ സ്വന്തമാക്കിയ മലയാളികളുടെ അഭിമാനം ഷമീമും 22.5 ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളത്. ഇത്തവണ ഒരു ടീം കൂടെ ഉണ്ടല്ലേ? അതായത് നമ്മൾക്ക് ഈ പ്രൈം വോളി തുടങ്ങിയതിന് ശേഷം നമ്മൾ ടീമിൻ്റെ എണ്ണം കൂടുന്നതൊക്കെ ഒരു പക്ഷേ ഇതിനുള്ള ഒരു പ്രാധാന്യമോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ ശ്രദ്ധ കിട്ടുന്നതൊക്കെ ആയിരിക്കില്ലേ കാരണം? അത് വലിയൊരു സപ്പോർട്ടും കോൺഫിഡൻസുമാണ് നമുക്ക് നൽകുന്നത്. ഓരോ വർഷം മുന്നോട്ട് പോകും തോറും പുതിയ ബിസിനസ് ഓൺട്രപ്രണേഴ്സ് എല്ലാം ഇങ്ങനെ ഒരു പുതിയ ഫ്രാഞ്ചൈസി കൂടി എടുത്ത് വോളിബോളിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു എന്നുള്ളത് രാജ്യത്തിൻ്റെ വോളിബോളിൻ്റെ വളർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ കാവ ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യ പാകിസ്ഥാനെ ബീറ്റ് ചെയ്തു. അതുപോലെ ഫൈനലിലാണ് ഇറാനോട് തോറ്റുപോയത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര വലിയൊരു ഉയർച്ച. 140 പോലുള്ള സ്ഥാനങ്ങളിൽ നിന്ന് 47ലേക്കുള്ള കുതിപ്പ്, അതിനൊക്കെ പ്രൈം ഒരു വലിയ കാരണമായി എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം എന്ന നിലയിൽ നമ്മളൊക്കെ അഭിമാനം കൊള്ളിക്കുന്നതാണ്. 2 ടീമാണ് ഇത്തവണയും മലയാളി ടീമായിട്ടുള്ളത്, കൊച്ചിയും കാലിക്കറ്റ് ഹീറോസും. കേരള ഡെർബി എല്ലായ്പ്പോഴും എല്ലാവരും കാണുന്നതാണ്. മുത്തൂറ്റ് ഗ്രൂപ്പാണ് കൊച്ചിയെ നയിക്കുന്നത്. വളരെയധികം വോളിബോളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ഗ്രൂപ്പ് കൂടിയാണ്. അവരുടെ അക്കാദമീസ്, ഗ്രാസ് റൂട്ട് ലെവൽ പ്രോഗ്രാംസ് എല്ലാം വളരെ വലുതാണ്. മുത്തൂറ്റുമായിട്ടുള്ള കൊച്ചി ബ്ലൂസ് കേസുമായിട്ടുള്ള ഒരു മത്സരം, അതൊരു എന്താ പറയുക, ഒരു വീട്ടിനകത്തെ 2 ഏട്ടനും അനിയനും തമ്മിൽ വഴക്കൂടുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത്. സ്നേഹവും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ കോർട്ടിൽ നമ്മൾ ശത്രുക്കളായിരിക്കും. ഓക്കെ, കപ്പ് നിലനിർത്താനുള്ള എല്ലാ ആശംസകളും. താങ്ക് യു.